ഇപ്പോൾ എൽദോ ബേബി പ്രൊഫഷണൽ കോൺഗ്രസ് പ്രതിനിധി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ എൽദോ ബേബി, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു, ഇന്ന് ഒരു ചർച്ച നടന്നു. സർക്കാർ ആവുന്ന അത്രയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടപെടൽ അത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് സർക്കാരും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒപ്പം ചേരുന്നത് തന്നെയാണോ ഈ ഒരു കമ്പനിയുടെ പ്രശ്നം എന്നുള്ളതാണ് ഇങ്ങനെ കേരളത്തിൽ നിലവിൽ ഈ ചർച്ച 20-ാം തീയതിയിലേക്ക് മാറപ്പെടുന്നു. ഇനി അടുത്തൊരു ദിവസം ഉണ്ടാകുമോ? എങ്ങനെ ഇതിലൊരു പരിഹാരം ഉണ്ടാകും? എന്താണ് നിലവിലത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അങ്ങേക്ക് എന്താണ് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും ഞാനും ഇപ്പോൾ ഈ എംപ്ലോയീസ് സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. അപ്പോൾ സർക്കാരുമായിട്ടും ഈ കമ്പനി പ്രതിനിധികളുടെ ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇവർ നേരിടേണ്ടി വരുന്നത് വലിയ MNCs-നെയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വേരുള്ള കമ്പനികളല്ല ഇവയിൽ പലതും, ഒരു ഗ്ലോബൽ ഔട്ട്പുട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ചർച്ചകളിൽ കൂടി സർക്കാർ ഇതിനൊരു സമവായം കാണാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു കാരണം, ഇപ്പോൾ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കമ്പനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ മറ്റ് സ്റ്റേറ്റുകൾ ഈ ഒരു കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലോ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെ വെൽക്കം ചെയ്യുകയോ ചെയ്താൽ ഈ കമ്പനിക്ക് എവിടെ നിന്നും പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് എംപ്ലോയീസ്, നമ്മുടെ കുട്ടികളുടെ ആവശ്യം നടത്തിയെടുക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ മുഴുവനായിട്ടുള്ള ഇൻഡസ്ട്രിയെ വിശ്വാസത്തിലെടുക്കേണ്ടതുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇത്രയേറെ ആളുകളെ പിരിച്ചുവിടുമ്പോൾ അതിന് മുന്നോടിയായിട്ട് സർക്കാരിനെ അറിയിക്കുക പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയ കാര്യം ഇതിലുണ്ട്. പക്ഷേ അതോടൊപ്പം അവർ ഏറ്റവും ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാ ലോയും, അവർ പറയുന്നത് പോലെ തന്നെ ലേബർ ലോയും ഇൻഡസ്ട്രിയൽ ലോയും എല്ലാം പറയുന്ന കാര്യങ്ങൾ ആ ഒരു ദിവസം തന്നെ ചെയ്ത് അവർക്ക് ഇനി ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടികൾ മുന്നോട്ടുണ്ടായാൽ എങ്ങനെയൊക്കെ അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാമെന്നുള്ള കാര്യങ്ങളും അവർ മുൻകൂട്ടി ചെയ്തിട്ടുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഈ പറയുന്ന ഓരോ ചർച്ചയ്ക്ക് മുന്നേയും ഇവിടുത്തെ എംപ്ലോയീസായിട്ട് സംസാരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രതിനിധികൾ മന്ത്രിയെ കാണുകയും പ്രിയപ്പെട്ട ഉമാ തോമസ് MLA-യുമായും എല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായി, ഞങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ട് അത് മുന്നോട്ട് വെച്ച് തന്നെയാണ് ഏതൊരു രീതിയിൽ നമുക്ക് ഇതിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മൾ കാണേണ്ടതായിട്ടുള്ള സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവിടെയുള്ള പ്രതിനിധികൾ, അവിടെ ജീവനക്കാരായിട്ടുള്ള യുവാക്കൾ സംസാരിക്കുമ്പോഴും റീലൊക്കേഷൻ ആണെങ്കിൽ വേറെ ബ്രാഞ്ചിലേക്കാണെങ്കിലും കുഴപ്പമില്ല, അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുക ആത്യന്തികമായി അതാണ് ആവശ്യമെന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ തിരികെ പറയുന്ന ന്യായീകരണങ്ങളിലൊന്ന് ഈ US ഉൾപ്പെടെ, അതായത് US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം എന്നുള്ളതാണ്. പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള പ്രോഫിറ്റുകൾ അത് നേരത്തെ മന്ത്രി അതിനെ കണക്ക് വരെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ CEO, മികച്ച CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ഇവിടുത്തെ, അതായത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിലെ ജീവനക്കാർ അവർ ചെയ്തിട്ടുള്ള ജോലിയുടെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ഈ ന്യായീകരണമുണ്ടല്ലോ, സാമ്പത്തിക മാന്ദ്യം, അങ്ങനെ ഒന്നും ഉണ്ടോ യഥാർത്ഥത്തിൽ? അത് അവിടെ എവിടെയാണ് കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ വെക്കുന്ന ഒരു വാദമാകുന്നത്? ഞാൻ പറയാം, ഇവർക്കിപ്പോൾ ലേ ഓഫ് നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരു ഗ്ലോബൽ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ലേ ഓഫ് നടക്കുന്നത്. അതിന് ഇവരുടെ പിന്നിൽ പല കാരണങ്ങൾ കമ്പനികൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യമായി എപ്പോഴും പറയുന്നത് AI ആണ്, അതുള്ള കമ്പനികളും ഇല്ലാത്ത കമ്പനികളും. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഈ സാമ്പത്തികമായി അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റകളിൽ നിന്നുമില്ല നമുക്ക് കിട്ടുന്ന ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് അവർക്കൊരു സാമ്പത്തിക മാന്ദ്യമില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി അവർ ഡൽഹിയിലും മറ്റും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഇവർ പറയുമ്പോൾ പോലും നമുക്കതിനെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു ലൈഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ചപ്പോൾ അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നതിന് കാരണമായിട്ട് പറയുന്നത് AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ AI-യുമായി ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങളിൽ ഇനിയുള്ള ഒരു 4-5 വർഷം തീർച്ചയായിട്ടും ഇവിടെ ഒരു ലേ ഓഫും തൊഴിൽ നഷ്ടവും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര കണ്ണടച്ചാലും
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ ഒരു സാഹചര്യം മുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് കാര്യമാണ്, അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. അത് ഈ IT മേഖലയിൽ മാത്രമല്ല, പല മേഖലകളിലേക്കും AI കടന്നുവരവ്, ജോലി സാധ്യത, മനുഷ്യന്റെ ആവശ്യകത ഒക്കെ ഇല്ലാണ്ടാക്കുന്ന തർക്കമില്ല. പക്ഷേ ഇവിടെ അതിനെ AI അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വീണ്ടും ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ അത് AI ആണെന്ന് പറയാനാവും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ പറയുന്ന ന്യായീകരണങ്ങളൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. അവർക്ക് മറ്റെന്തെങ്കിലും അജണ്ട തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും നമ്മൾ ഉൾപ്പെടെ ശ്രമിക്കുന്നത്, ഇവിടെ തന്നെ ഇവർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ, അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെയ്ത് ഇവിടെ തന്നെ അവർക്ക്, അതിപ്പോൾ വേറൊരു കേരളത്തിൽ തന്നെ മറ്റൊരു ലൊക്കേഷൻ ഉൾപ്പെടെയാണെങ്കിൽ പോലും അങ്ങനെ പോലും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു ആവശ്യമായിരുന്നു, കുറച്ച് കുട്ടികളെങ്കിലും ചിലപ്പോൾ റീലൊക്കേഷനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. താല്പര്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം കൊണ്ടുണ്ടാകുന്ന താല്പര്യം മാത്രമാണ്. ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു കൃത്യതയുമില്ല. കാരണം അവർ ഈ പറയുന്ന ക്രൈസിസ് പറയുമ്പോൾ തന്നെ, ഒരു സാമ്പത്തികമായിട്ടുള്ള അവരുടെ ക്രൈസിസ് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന രേഖകൾ പ്രകാരം അവർക്ക് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ചർച്ചകളാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് ഓർക്കണം. ഒന്ന്, ഇവിടെ ഒരു 800 കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ട സാഹചര്യം നാം മനസ്സിലാക്കുമ്പോൾ തന്നെ എത്ര കുട്ടികൾക്ക് ഈ വർഷം ഇവിടെ റിക്രൂട്ട്മെൻറ്റ്, പുതുതായി പഠിച്ചിറങ്ങുന്ന എത്ര കുട്ടികൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഏത് മാധ്യമങ്ങളാണെങ്കിലും അത് ചർച്ച ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിലും, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനി ഉൾപ്പെടെ ഏകദേശം 20,000-ന് മുകളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയത്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു 6,000-നും 7,000-നും താഴെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടന്നത്. എത്ര അന്തരമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നം വളരെ വലുതാണ്. നമ്മൾ പിരിച്ചുവിടുന്നതിനോടൊപ്പം തന്നെ ഈ AI ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇവൾ പറയുന്ന സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ മേഖല കേരളത്തിൽ അത്ര സജീവമായിട്ടും ഇതിലേക്ക് ആളുകൾ ആകൃഷ്ടരായി കടന്നു ചെല്ലുകയും ഇതിന്റെ ഒന്നാമത് നല്ല ശമ്പളം ലഭിക്കുന്ന, വേതനം ലഭിക്കുന്ന ഒരു ജോലിയാണ്. അതിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ കേരളത്തിൽ സജീവമായിട്ടും ഒക്കെ വളരെ ചുരുങ്ങിയ കാലമാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ കുട്ടികൾ ആകൃഷ്ടരായി, ബേസിക്കായി ഡിഗ്രി മതി, പിന്നീട് അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, നല്ല ജോലി കിട്ടും. അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും കിട്ടാനുള്ള സാധ്യതയൊക്കെയാണ് ഇതുവരെ പരികൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത്രയും 800 ജീവനക്കാർ, യുവതി യുവാക്കൾ ഇനി എങ്ങനെ എന്നുള്ള ജീവിതം എന്നതിനെ പറ്റി പോലും അറിയാതെ ജീവിതമാകെ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഈ മേഖലയുടെ ഭാവി, അതിപ്പോൾ മെഡിക്കൽ കോഡിംഗ് ആയിക്കോട്ടെ, ഒപ്പം തന്നെ ആ തരത്തിലുള്ള IT ഫീൽഡൊക്കെ ആകുമ്പോഴും അതെങ്ങനെയാകും? തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം രണ്ട് രീതിയിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ബാധിക്കുക. ഇപ്പോൾ IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രി, ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് അല്ലെങ്കിൽ BPO വർക്ക്, ഇതെല്ലാം നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ടാകും. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഗ്രി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് 1-2 മാസത്തെ ട്രെയിനിങ് ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ ഈ ജോലികൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെല്ലാം ഇക്കാര്യത്തിൽ, നിങ്ങൾ ആദ്യം ഈ സമയത്തിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് വളരെ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വർക്കുകൾക്ക് ഓട്ടോമേഷനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, ഇതുപോലെയുള്ള വർക്കുകൾ. കാരണം ഇതൊരു റിപ്പീറ്റേഷൻ കൈൻഡ് ഓഫ് വർക്കാണ്. ഈ പറയുന്ന മെഡിക്കൽ കോഡിംഗ് ആയാലും പല ഔട്ട്സോഴ്സിങ് വർക്കായാലും നമുക്ക് ഒന്ന് പഠിച്ചാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന മോഡലിലുള്ള വർക്കാണ്. അവിടെയാണ് ഓട്ടോമേഷനുള്ള സാധ്യത, AIക്കുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയാൽ അറിയാം, പല ഇൻഡസ്ട്രിയിലും, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ലേ ഓഫും പിരിച്ചുവിടലിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. IT ഇൻഡസ്ട്രിയിലായാലും ഇതുപോലെ ചില കോഡിംഗ് ഒക്കെ നമുക്ക് ആ കോഡിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ AIയുടെ സഹായത്തോടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 5 പേര് ചെയ്തിരുന്ന കാര്യം ഒരു ടൂൾ ഉണ്ടെങ്കിൽ, അല്ല 5, 10, 20 അല്ലെങ്കിൽ ഒരു 200 പേര് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ടൂളിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയെന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നമുക്ക് കാണാവുന്നതിന് ഈ ഒരു പിരിച്ചുവിടൽ അല്ലെങ്കിൽ ഒരു മാറ്റം
വലിയ തോതിലുണ്ടാവും. ഞാനിപ്പോൾ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മീഡിയയുടെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പോസ്റ്റർ ചെയ്യുന്നു. നമ്മൾ പണ്ട് ആരെങ്കിലും ഒരു ഡിസൈനേഴ്സിനെ ഉപയോഗിച്ചല്ലേ നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എന്ത് പോസ്റ്ററാണ് വേണ്ടതെന്ന് ഒന്ന് അസൈൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു പോസ്റ്റർ ആ ഒരു ഡിസൈൻ ചെയ്ത് കിട്ടും. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു എയുടെ സഹായത്തോടെയും അല്ലെങ്കിൽ മറ്റ് പുതുതായിട്ടുള്ള ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിച്ചെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പോലും പല കമ്പനികളിലും ഉദ്യോഗസ്ഥർ പോലും ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയെ ഒരു രീതിയിൽ സഹായിക്കുന്ന ഈ കാര്യം അടുത്ത ഒരു 3-4 വർഷമെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരേ ഒരേ നേച്ചറുള്ള വർക്കിൽ അതിന് വളരെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നിലവിലിപ്പോൾ ഈ തൊഴിൽ മേഖലയിലെ, അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞു നമ്മളൊക്കെയും ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നു. മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും യൂണിയനുകളുണ്ട്, പലതരത്തിലുള്ള നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് ഇവിടെ തുടങ്ങാൻ പറ്റാത്തതെന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ ട്രേഡ് യൂണിയൻ ആണെങ്കിൽ പോലും തന്നെയും ഈ ട്രേഡ് യൂണിയനുകളൊക്കെ നൽകുന്ന സംരക്ഷണമുണ്ട്, അത് വിവിധ മേഖലകളിലുണ്ട്. ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് തന്നെ തൊഴിലാളി സംഘടനകൾ ഇടപെടുമ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആദ്യം കുറ്റപ്പെടുത്തുമെന്നോണോ രണ്ടാമത് ചേർത്ത് പിടിക്കാൻ ആ തരത്തിലേക്ക് എന്നോണോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, IT മേഖലയിലുള്ള ആളുകൾ സ്വയം പ്രൊഫഷണലുകൾ എന്ന് കരുതുകയും പിന്നീട് അവർ തൊഴിലാളികൾ എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി എന്നൊരു പ്രയോഗം, കൃത്യമായിട്ട് ആ വരി എന്തായാലും ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകളുടെ തൊഴിലിൻ്റെ സംരക്ഷണം, അവരുടെ ഈ ഒരു അരക്ഷിതാവസ്ഥ എങ്ങനെ മാറുമെന്നുള്ളതാണ്. അതോ ഇവർ ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഇത് നാളെ ഏത് സമയത്തും പിരിച്ചുവിടാം എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുമോ? എങ്ങനെ ഒരു പരിരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും? അതിപ്പോൾ നിയമപരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കമ്പനി തന്നെ നഷ്ടപരിഹാരമൊക്കെ നൽകി കഴിഞ്ഞു, പിന്നീട് നിയമപരം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ട്രേഡ് യൂണിയൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിന് മുന്നേറ്റുള്ള കാലങ്ങളിൽ ഒരുപാട് നമ്മുടെ എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ട്രേഡ് യൂണിയൻ. നമുക്ക് എപ്പോഴും ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഈ IT മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ പഴയ കൺസെപ്റ്റിൽ അതുമായി മുന്നോട്ട് വരരുത്. നമ്മളൊരു വലിയ സമരം ചെയ്യുന്നു, ഒരു സ്ഥാപനം നേരെ വന്ന് അടിച്ചു പൊളിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് വലിയ പരാജയമാക്കും നമുക്കുണ്ടാക്കുക. കാരണം നമ്മളിപ്പോൾ നേരിടുന്നത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയോടല്ല നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇതൊരു ആഗോളമായിട്ടുള്ള പ്രതിഭാസത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇൻഡസ്ട്രി മറ്റൊരു സംസ്ഥാനത്തേക്ക്, കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇവിടെ ശക്തമായ തൊഴിൽ നിയമങ്ങൾ, ഇൻഡസ്ട്രിയൽ ലോസ് അല്ലെങ്കിൽ ലേബർ ലോസ്, അതിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഇവിടെ വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇതുപോലുള്ള ചർച്ചകളിൽ കൂടിയും ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള സംഘടനകൾ ഏത് മേഖലയിലായാലും പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങൾ ഫലം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ സംഘടന അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കൂടുതലും നമ്മൾ ഒരു വിഷയം പഠനമാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള പഠനങ്ങളെല്ലാം നടത്തി സർക്കാരിനെ കൊണ്ട് അത് നമ്മൾ ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ട്രേഡ് യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഏത് സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ, ബാക്കി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന വ്യവസായങ്ങളെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നമുക്ക് വലിയ നഷ്ടവും ഉണ്ടാകും. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഒരു സെൻട്രൽ ലോസ് അത് കൂടുതൽ ശക്തമാക്കണം. അത് എംപ്ലോയീസിന് അവരുടെ എല്ലാ അവകാശങ്ങളും തരുന്ന ഈ വർക്ക് ലൈഫ് വെൽനസ് അല്ലെങ്കിൽ ഒരു ബാലൻസിംഗ് വർക്ക് ലൈഫ് കോഡിനെ കൂടി പറ്റി പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നി. ഇവിടെ ഇപ്പം 300 വരെ എണ്ണമുള്ള തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ അത് നേരിട്ട് അറിയിക്കേണ്ടതില്ല എന്നുള്ള, നേരത്തെ 100 ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ലേബർ കോഡിൽ വന്നിട്ടുണ്ട്. കേരളം അതൊന്നും വിജ്ഞാപനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഈ പുതിയ ലേബർ കോഡ് ഇതിൽ പ്രശ്നമുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ പലരും പറഞ്ഞപ്പോൾ പ്രശ്നമില്ല എന്ന് വിശ്വസിച്ച ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പുതിയ ലേബർ കോഡ് ഏതൊക്കെ തരത്തിലേക്ക് നമ്മുടെയൊക്കെ തൊഴിൽ സാഹചര്യത്തിൽ, നമ്മുടെയൊക്കെ തൊഴിൽ ജീവിതത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ IT ഫീൽഡ് ഉൾപ്പെടെ?
തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ആദ്യത്തെ എൻ്റെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചത്. ഈ നമ്മളിപ്പോൾ ഇതുപോലുള്ള വലിയ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് MNCs ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു സെൻട്രൽ സിസ്റ്റത്തിൽ ഒരു ലേബർ ലോസിലായാലും ഇൻഡസ്ട്രിയൽ ലോസിലായിട്ടുമുള്ള നിയമങ്ങൾ അവർ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ആണ് ഇവിടെ ചർച്ചയാകേണ്ടതായിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ പുതുതായിട്ട് വരുന്ന ഇപ്പോൾ ഈ ലേ ഓഫ് പോലെയുള്ള പ്രശ്നങ്ങൾ, AI കടന്നുകയറ്റം, ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഈ ലോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന ലേബർ ലോസിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പല ചർച്ചകളും ഈ ഒരു സമയത്ത് അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ലോസ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, പുതുതായിട്ട് വന്നിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളെ അതിൽ എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലേബർ ലോസ് ഏതൊക്കെ മേഖലകളിൽ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അത് ചർച്ചയുടെ ഭാഗമായി, അത് ഒരു റിസർച്ചിൻ്റെ ഭാഗമായി ആ മാറ്റങ്ങൾ ലേബർ ലോസിലും ഇൻഡസ്ട്രിയൽ ലോസിലും നടത്തേണ്ട സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ ഒരു സെൻട്രൽ ലോസിൽ കൂടി മാത്രമേ നമുക്ക് എല്ലാ സ്റ്റേറ്റിനും ഒരു യൂണിഫോമിറ്റി ഇതിലുണ്ടാകൂ. അതല്ലെങ്കിൽ ഈ പരസ്പരം ഈ ഓരോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കിടമത്സരത്തിലേക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ വരുമ്പോൾ ഇതേ സമയം നമുക്കറിയില്ല മറ്റൊരു സ്റ്റേറ്റ് ഈ കമ്പനിയുമായിട്ടൊരു നെഗോസിയേഷൻ നടത്തുന്നുണ്ടോ എന്ന്. അതിനുള്ളൊരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ഈ പറയുന്ന ലോസിലുള്ള ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സ്റ്റേറ്റിൻ്റെതായ രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഈ എംപ്ലോയീസിന് ഏതെല്ലാം രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ അതെല്ലാ രീതിയിലും നമുക്ക് ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു കോമ്പൻസേഷൻ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3 മാസത്തെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാലറി അത് ലേ ഓഫിലേക്ക് പോകുന്ന ഏതൊരാൾക്കും കിട്ടും. 2.5 മാസത്തെ 3 മാസത്തേക്ക് സാലറിയും മറ്റ് ചില ബെനിഫിറ്റ്സും ഒക്കെ ഈ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അതുപോലും ടാക്സബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് ഈ കൊടുക്കുന്നത് അടുത്ത കുറേ മാസങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കാശ് കൊടുക്കുന്നത്. അതിന് പോലും നമ്മൾ ടാക്സ് പേ ചെയ്യണമെന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി. ഒരു കാര്യം കൂടി, ഈ പറയുന്ന പ്രൊഫഷണൽസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഈ പറയുന്ന IT മേഖലയിലും അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ളവരാണ്. അത് നമുക്കറിയാം ഞങ്ങൾ കൊടുക്കുന്ന ടാക്സ്. പ്രൊഫഷണൽസിൻ്റെ ഇത്രയേറെ ടാക്സ് കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അതും ഈ പറയുന്ന കോമ്പൻസേഷൻ എമൗണ്ട് പോലും ടാക്സബിൾ ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതൊക്കെ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റിന് ഒരു നിയമത്തിലൂടെ അതൊക്കെ മാറ്റിക്കൂടെ? വളരെ ചെറിയ കാര്യമല്ലേ. പിന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യം, ആഹാരം, പിന്നെ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈ മേഖലകളാണ്. ഇപ്പോൾ ലേ ഓഫിൻ്റെ ഒരു പ്രശ്നം വന്നാൽ പോലും അടുത്ത 1 വർഷത്തേക്ക് അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഈ കമ്പനികൾക്ക് നിലനിർത്താൻ സാധിക്കണം. ഈ ലേ ഓഫിൻ്റെ അന്ന് തന്നെ അതൊന്നും കട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകാതെ ഇതൊക്കെ ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ആരോഗ്യ ഇൻഷുറൻസ് അവർക്ക് അടുത്ത 1 വർഷം കൊടുക്കാൻ പറ്റണം. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ കൂടി നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തിയാൽ പോലും ഈ ഒരു സമയം നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം ചർച്ചകൾ നടക്കണം. ലേബർ ലോസിൽ മാറ്റങ്ങൾ വരണം, ഇൻഡസ്ട്രിയൽ ലോസിൽ മാറ്റങ്ങൾ വരണം. ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും വലിയ ഇടപെടൽ ഉണ്ടാകുന്നത്. മറ്റൊരു സ്റ്റേറ്റൊക്കെയാണ് ഒരു പക്ഷേ ജോലി പൂർണ്ണമായി നഷ്ടപ്പെടുകയും പിന്നീട് ഒരിക്കലും അവർക്ക് ജോലി കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റോ മറ്റു രാജ്യങ്ങളോ ഒക്കെ ആകട്ടെ. ഇവിടെ ഇപ്പോൾ ഈ 800 പേരുടെ കാര്യത്തിൽ, ഇത്രയും ആളുകളുടെ കാര്യത്തിൽ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവരെ തിരികെ കമ്പനി ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ ആദ്യമായി പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിൽ കൂടി നമുക്ക് മാക്സിമം ആളുകളെ ഇവിടെ തന്നെ നിലനിർത്താൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ആ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഈ കുട്ടികളെ അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്താവുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് അവർ ഈ ലേബർ ലോസും ഇൻഡസ്ട്രിയൽ ലോസും എല്ലാ നിയമങ്ങളുടെ പിന്തുണയോടെയാണ് അവരിത് നടത്തിയെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ അവർക്കറിയാം ഒരു പരാജയം ഉണ്ടായാൽ ഇതുപോലുള്ള അടുത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ടുകൾ കൂടി ആയിരിക്കും അവർ ഇപ്പോഴും എങ്ങനെയെങ്കിലും നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിതിലൊരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നതിനപ്പുറം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുള്ള ഒരു തീരുമാനം എല്ലാവരും ചർച്ചകളിൽ കൂടെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ കുട്ടികളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കും, ഇവിടെ മാക്സിമം ഈ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന കുട്ടികളെല്ലാം
അവരുമായി ചർച്ച ചെയ്ത് നിലനിർത്തുക. അതോടൊപ്പം അവർക്ക് നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടെ ഇനി മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റീലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കുക നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. ചർച്ച തുടരുന്നുണ്ട്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയും ചെയ്യും. 20-ാം തീയതിയാണ് അടുത്ത ചർച്ച നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ജീവനക്കാർ ഇന്ന് വരെ അവർ വന്നു പോകും ഓഫീസുകളിൽ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. നാളെ തൊട്ട് അവർക്ക് ഓഫീസിലേക്ക് വരാനാകുമോ എന്നൊക്കെയുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ അരക്ഷിതാവസ്ഥ അത് നീങ്ങേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജോലി തിരികെ കിട്ടേണ്ടതുണ്ട്. ഉപജീവന മാർഗമാകുകയും ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു 100 കണക്കിന് യുവതി യുവാക്കളാണ് തെരുവിലുള്ളത് തൊഴിലില്ലാതെ.